നമസ്കാരം. 2024 ജനുവരി 15 തിങ്കളാഴ്ചയാണ് മകരം 1 വരുന്നത്. ഫെബ്രുവരി 13 മകരം 30 മാസാവസാനം. മലയാള മാസങ്ങളിൽ 6ാമത്തേതാണ് മകരമാസം. ഉത്തരായനം തുടങ്ങുന്നത് മകരമാസം 1 മിഥുനം 31 വരെയാണ് 6 മാസക്കാലം ഉത്തരായന കാലം തുടരുന്നത്. മകരമാസത്തിൽ സൂര്യൻ മകരം രാശിയിൽ സഞ്ചരിക്കുന്നതുമാകുന്നു. ഉത്രാടം ഞാറ്റുവേല മകരം 10 വരെ തുടരുന്നുമുണ്ട്. തുടർന്ന് തിരുവോണം ഞാറ്റുവേലയാകുന്നു. മകരം 24 മുതൽ അവിട്ടം ഞാറ്റുവേല ആരംഭിക്കുന്നതുമാകുന്നു. മകരം 1 ചതയം പൂരുരുട്ടാതി നക്ഷത്രങ്ങളുമാകുന്നു. മകരം 30 ചന്ദ്രൻ ഒരു വട്ടം രാശിചക്രഭ്രമണം പൂർത്തിയാക്കി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കെത്തുന്നു. ശുക്ലപക്ഷ പഞ്ചമിയിൽ തുടങ്ങി ശുക്ലചതുർത്ഥി വരെയാണ് മകരമാസത്തിലെ അതായത് മകരത്തിലെ തിഥികൾ. മകരം 11 അതായത് ജനുവരി 25 വെളുത്തവാവും മകരം 26 ഫെബ്രുവരി 9 കറുത്തവാവും വരുന്നു. ചൊവ്വ മകരം 22 ധനുവിൽ നിന്നും മകരം രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നു. മകരരാശി ചൊവ്വയുടെ ഉച്ചരാശിയാകുന്നു. മകരം 4 കഴിഞ്ഞ 4-5 മാസക്കാലമായി തുടരുന്ന ചൊവ്വയുടെ മൗഢ്യം തീരുന്നതുമാകുന്നു. അതോടെ ചൊവ്വ കൂടുതൽ ബലവാനാകുന്നതുമാണ്. ബുധൻ മകരം 18 ധനുവിൽ നിന്നും മകരത്തിലെത്തും. ശുക്രൻ മകരം 4 മുതൽ 28 വരെ ധനുരാശിയിലും തുടർന്ന് മകരത്തിലും സഞ്ചരിക്കും. കൂടാതെ ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ തുടരുന്നതുമാകുന്നു. വ്യാഴം മേടം രാശിയിലുമാണ്. മകരം 20 അശ്വതിയിൽ നിന്നും ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതുമാകുന്നു. രാഹു മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലും കേതു കന്നിയിൽ ചിത്തിരയിലും സഞ്ചാരം തുടരുന്നതുമാകുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് നാളെ രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്ന് ചേരുന്ന ദിവസമാകുന്നു. അതായത് നാളെ ആരംഭിക്കും എന്ന് തന്നെ പറയാം. ഈ മാസം മുഴുവനും ഇത്തരത്തിലുള്ള ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന മാസാധ്യ പൂജയിലും സംക്രാന്തി പൂജകളിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം രാജയോഗം ആരംഭിക്കുന്ന പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളിൽ ഒന്ന് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നക്ഷത്രനാഥനായ ശുക്രൻ ആരോഹിയാവുന്നത് ഉച്ചരാശി നോക്കി വരുന്നത് ഗുണകരമാണ് എന്ന് തന്നെ പറയാം. രാശിനാഥനായ ചൊവ്വയുടെ ബലവും മേന്മയ്ക്ക് കാരണമാകും. ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ തന്നെ ഈ മാസം പ്രധാനമായും നിങ്ങളെ തേടിയെത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. പ്രതിസന്ധികളുണ്ട് എങ്കിലും സധൈര്യം നിങ്ങൾക്ക് നേരിടുവാൻ സാധിക്കും. അതിനാൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. പ്രശ്നങ്ങൾ വന്നു ചേരുകയാണ് എങ്കിലും അത് വിശദാംശങ്ങൾ പരിശോധിച്ച് അത് തരണം ചെയ്യുവാൻ ആ പ്രശ്നത്തെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. കൂടാതെ പല രീതിയിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും ആ മത്സരങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഗാർഹികമായ ജീവിതത്തിൽ അഥവാ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പലവിധ തർക്കങ്ങളും പരിഹരിക്കുവാനും വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാകുന്നു. പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് ഈ മാസത്തെ പ്രത്യേകത. കൂടാതെ നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അത്തരം ആഗ്രഹങ്ങൾ സഫലമാകും. വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വാഹനങ്ങൾ വാങ്ങുവാനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് ഇത്. കൂടാതെ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. തൊഴിൽ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ് സമയം എങ്കിലും അശ്രദ്ധ മൂലം ചില ധനനഷ്ടങ്ങൾ, മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം ചില അപകടങ്ങളിൽ ചാടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ ധനനഷ്ടങ്ങൾ
ഇത്തരത്തിൽ വന്ന് ചേരാവുന്നതാകുന്നു. അത് ഒഴിവാക്കി മുന്നോട്ട് പോവുക. ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നു ചേരും. ഗൃഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ടോ വിദ്യയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് ഈ മാസത്തെ പ്രത്യേകത. തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്ന് ചേരുന്ന സമയം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാർക്ക് വ്യക്തി ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആലസ്യങ്ങൾ അകലുന്ന സമയമാകുന്നു. ദിശാബോധം നിങ്ങളിൽ വന്നു ചേരുകയും പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. ഔദ്യോഗികമായ കൃത്യനിർവഹണം ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശംസ നേടി തരുവാൻ സാധിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. പ്രതീക്ഷിച്ച രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും. അത് ചെയ്ത് ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. കൂടാതെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യത കൂടുതലാകുന്നു. വ്യവഹാരങ്ങളുണ്ട് എങ്കിൽ അനുകൂലമായി തന്നെ വിധി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രണയികൾക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്ന സന്ദർഭങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും മാറുന്ന ഒരു സമയം തന്നെയാണ് ഇത്. മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന വായ്പകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. അതല്ല എങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് സമയം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭങ്ങൾ വന്നു ചേരും. തൊഴിൽ മേഖലയിൽ ചെറിയ തടസ്സങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് പരിഹരിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഇത്. വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് ഈ സമയം. കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇത്. പ്രശസ്തി വർദ്ധിക്കുവാനും ഈ സമയം ധനപരമായ ഉയർച്ചയ്ക്കും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അനിഴം നക്ഷത്രമാകുന്നു. അനിഴം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 2 മാസത്തേക്കാൾ കൂടുതലായി അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന അഥവാ മേന്മയേറിയ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി നോക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. ആലസ്യമകന്ന് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയം. ദിശാബോധത്തോടെ തന്നെ പഠനം പൂർത്തീകരിക്കുവാൻ പഠിക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇത്. ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ സമയം തന്നെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അവസരങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ദോഷഫലങ്ങൾ കുറയുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് ഈ സമയം. ഈ സമയം നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് പലരെയും വിഷമിപ്പിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ അത്തരത്തിൽ വിഷമങ്ങൾ പിണക്കങ്ങൾ സംഭവിച്ചാൽ പോലും നിങ്ങൾക്ക് അത് മാറ്റി വീണ്ടും സഹകരിപ്പിക്കുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും സംസാരം വളരെയധികം ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർത്തിരിക്കുക. ശമ്പള വർധനവ് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സ്ഥാനോന്നതി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുവാൻ സാധിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർത്തിരിക്കുക. തൊഴിൽ മേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുക. കൂടാതെ ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി മാറുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തുവാൻ പരമാവധി ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹാനുകൂലം മറ്റു മാസങ്ങളെക്കാൾ കാണുന്നതിനാൽ ഈ സമയം ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നു, മുൻതൂക്കം ലഭിക്കുന്നു എന്ന് തന്നെ പറയാം. പഠനം, അതേപോലെ തന്നെ ഗവേഷണം തുടങ്ങിയ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. സ്വതസിദ്ധമായ കഴിവുകൾ നിങ്ങൾക്ക് പുറത്തെടുക്കുവാൻ സാധിക്കുകയും അഭിനന്ദനങ്ങൾ നേടുവാൻ സാധിക്കുകയും ചെയ്യും എന്ന് തന്നെ പറയാം.
സംഭാഷണത്തിലൂടെ പലരുടെയും ബഹുമാനം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ വരവിൻ്റെ കാര്യം നോക്കുകയാണ് എങ്കിൽ വളരെയധികം വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ചെലവിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തുടർ പുരോഗതിക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനുള്ള വഴികൾ തേടുകയും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല വിധത്തിലുള്ള രോഗങ്ങൾ നിങ്ങളെ ഉപദ്രവിച്ചിരുന്നു എങ്കിൽ പോലും ഈ സമയം അല്പം ആശ്വാസം ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സംയോജിതമായി പല കാര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ സാധിക്കുകയും അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരിക്കലും ആലസ്യം നടിക്കരുത് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാകുന്നു. ഈ സമയം ബിസിനസ് പരമായി നോക്കുകയാണ് എങ്കിലും വിദ്യയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിലും അനുകൂലം തന്നെയാണ് സമയം. ഈ സമയം തൊഴിൽ മാറുവാനും അതേപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാനും സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ഇത്തരം കാര്യങ്ങൾക്കും അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇഷ്ടദേവതയെ ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ 11-ാം ഇടത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പകൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടെന്ന് തന്നെ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. എന്നാൽ മറ്റ് സമയങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാകും എങ്കിലും പകൽ സമയം ലഭിക്കുന്ന ആനുകൂല്യം ലഭിക്കണം എന്നില്ല. മറ്റ് ഗ്രഹങ്ങൾ ഏറിയും കുറഞ്ഞും ഇഷ്ടഭാവങ്ങളിൽ ആകയാൽ ന്യായമായ കാര്യങ്ങൾ അനുഭവത്തിലെത്തും. അതായത് ന്യായമായ കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി നിങ്ങൾക്ക് ഭവിക്കുന്നതാകുന്നു. ചുമതലകൾ വർദ്ധിക്കും എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഉദ്യോഗസ്ഥർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് തുടങ്ങിയവയും സാധ്യതകളായി തന്നെ പറയാം. ഗൃഹപൂർത്തീകരണത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഗൃഹങ്ങൾ പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും അനുകൂലമാകുവാൻ സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ചില വസ്തുക്കൾ വളരെയധികം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ വസ്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി തന്നെ വന്നു ചേരും. നേതാക്കളുടെ അല്ലെങ്കിൽ ഉയർന്ന ചില വ്യക്തികളുടെ പ്രീതി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജന്മത്തിൽ രാഹു സഞ്ചരിക്കുകയാൽ തന്നെ മറവിയോ കർമ്മത്തിൽ ചില പ്രശ്നങ്ങൾ, ചില തടസ്സങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അതിനാൽ ആ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾക്ക് വേണ്ടതാകുന്നു. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഉയർച്ച നേടാം. ബിസിനസ് വിപുലീകരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കച്ചവടം ഈ സമയം വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ലാഭം അല്പം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ നഷ്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ ഉയർച്ചയ്ക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. ഈ സമയം പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം വിദ്യാർത്ഥികളുടെ ആലസ്യം അകലുന്ന സമയമാകുന്നു. മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഒരു പരിധിവരെ സഹായിക്കും അഥവാ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മാസം കൂടിയാണ് ഇത്. കായിക മേഖലകളിലും കലാമേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പ്രശസ്തി വർദ്ധിക്കുക, പുതിയ അവസരങ്ങൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഇഷ്ടദേവതയെയും അതേപോലെ പരമശിവനെയും ഭദ്രകാളി ദേവിയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും.